ഹലോ ഗൈസ്, മലയാള മീഡിയയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് വാഹനങ്ങളൊന്നും കാണിക്കാൻ പോകുന്നില്ല, വെറും 3 വാഹനങ്ങളെ കാണിക്കാൻ പോകുന്നുള്ളൂ. അതിനും സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് പേഴ്സണലായിട്ടും കമൻ്റായിട്ടും ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഫുള്ള് ലോണിൽ ലഭിക്കുന്ന വാഹനങ്ങളുണ്ടോ ചോദിച്ചിട്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ റെഡി ക്യാഷ് കൊടുത്തിട്ട് വാഹനം എടുക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡെയിലി ഒരു ചെറിയ തുക മാറ്റി വെക്കുകയാണെങ്കിൽ മാസം ഒരു പേയ്മെൻറ്റായിട്ട് നിങ്ങൾക്കൊരു SUV ടൈപ്പ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. 3 കമ്പനികളുടെ SUV വാഹനങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. മൈലേജ് നോക്കുന്നവർക്ക് വേണമെങ്കിൽ 2 ഡീസൽ വാഹനങ്ങളുണ്ട്. അത്യാവശ്യം പവർ, പെർഫോമൻസ്, ഡ്രൈവിംഗ് കംഫർട്ടൊക്കെ നോക്കുന്നവർക്ക് വേണമെങ്കിൽ പെട്രോൾ വാഹനമുണ്ട്. വാഹനത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ക്ലച്ച് ചവിട്ടിയിട്ട് അടങ്ങാറാവേണ്ട ആവശ്യമില്ല. അപ്പോൾ ലേഡീസിനെയൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് കേട്ടോ. മാക്സിമം ഫുള്ള് ലോൺ ലഭിക്കുന്ന വാഹനമാണ്. അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഓവർ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ ഈ ഫീൽഡിൽ ഇങ്ങനെ പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും, എല്ലാവരും കമൻറ്റായി രേഖപ്പെടുത്തുക കേട്ടോ. പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ മറന്നു. എന്താന്ന് വെച്ചാൽ ഫുള്ള് ലോൺ എന്ന് കേൾക്കുമ്പോൾ ആരും ചാടി വീഴാൻ നിൽക്കരുത്. അത് അടക്കാനുള്ള കപ്പാസിറ്റിയും കൂടി വേണം. കൂടാതെ മസ്റ്റായിട്ട് വേണ്ടത് 750 മുകളിൽ സിബിൽ സ്കോർ ഉള്ളവർക്ക് മാക്സിമം ലോണ് ബാങ്ക് കൊടുക്കുള്ളൂ. മാസം EMI പ്രോപ്പറായിട്ട് അടക്കാനുള്ള കപ്പാസിറ്റിയും കൂടി വേണം കേട്ടോ. അവർ മാത്രമേ ഫുള്ള് ലോണിലേക്ക് തലയിടാൻ പാടുള്ളൂ. ഓരോ വാഹനങ്ങളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. 2 റെനോൾട്ടിൻ്റെ വാഹനം, ഒരു ഹുണ്ടായിൻ്റെ വാഹനം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് റെനോൾട്ടിൻ്റെ ഡസ്റ്റർ പരിചയപ്പെടാം. ഡസ്റ്റർ റോഡ് സൈഡൊക്കെ നിന്നിട്ട് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ കുട്ടപ്പനായി പോളിഷ് ചെയ്തിട്ട് നമുക്ക് തന്നെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കുക എന്നുള്ളത് ആർക്കും അറിയാത്തൊരു സംഭവമാണ് കേട്ടോ. ആർക്കും എന്നല്ല, ഒരുപാട് പേർക്ക് അറിയാത്തൊരു സംഭവമായിരുന്നു ഈ വാഹനം. 4 വീൽ ഡ്രൈവും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇത് ഡീസലിൽ ഏകദേശം ഒരു 18 ആ റേഞ്ച് നിങ്ങൾക്ക് മൈലേജ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. 110 4x4 ആണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന വാഹനമാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. ബോഡി ഭാഗം നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് നമ്മൾ തോന്നുന്നത്. സ്ക്രാച്ചോ ഡെൻറ്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ടയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഒരു 40-50% നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. വിത്ത് അലോയ് വീൽസും കാര്യങ്ങൾ വരുന്നുണ്ട്. പുറകുവശത്തോട്ട് വരികയാണെങ്കിൽ സെൻസേഴ്സ്, അതുപോലെ തന്നെ ഡീഫോഗർ, റിയർ വൈപ്പർ കാണാൻ സാധിക്കുന്നുണ്ട്. 2277 എന്നുള്ള ഫാൻസി നമ്പറും ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കാം. ഇതിൻ്റെ കീ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വലിയ മോശം എന്നൊന്നും പറയാനില്ല കേട്ടോ. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, എയർ ബാഗ്, AC ഒക്കെ അത്യാവശ്യം കൂളിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ സീറ്റ് ആയാലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 4 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, മ്യൂസിക് സിസ്റ്റം തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. റിയറിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏത് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൻ്റേതായ ഓതറൈസ്ഡ് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കുക. അപ്പോൾ വാഹനം 2015 മോഡൽ, സെക്കൻഡ് ഓണർ, 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഏകദേശം 4x4 110 6 ലക്ഷത്തിന് മുകളിലാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. എന്നാലും നമ്മൾ ഓഫർ പ്രൈസായിട്ട് വെറും 5,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. കൂടാതെ മാക്സിമം ലോണും കിട്ടുന്നൊരു വാഹനം കൂടെയാണ് കേട്ടോ. 2277 എന്നുള്ള ഫാൻസി നമ്പർ ഉണ്ട്. അതൊക്കെ പോരളിയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പ്രത്യേകത ഉള്ളൊരു വാഹനം പരിചയപ്പെടാം. ഈ വാഹനം ഉപകാരപ്പെടുക സ്ത്രീകൾക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വന്ന ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായൊരു വാഹനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലച്ചൊന്നും ചവിട്ടി ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അത് കരുതിയിട്ട് പവറിൽ കുറവില്ല, ടെർബോ എഞ്ചിൻ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. മൈലേജ് ഏകദേശം ഒരു 15 ആ ലെവലിൽ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വാഹനമാണ്. ഒരു ക്ലൈമോ ഡെൻറ്റോ ക്രാക്കോ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ ഓണർ, വെറും 8000 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചൊരു വാഹനം കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ടയർ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ 8000 കിലോമീറ്റർ മാത്രം ഓടിയ ബ്രാൻഡ് ന്യൂ ടയേഴ്സാണ്. SX ആണ്, ടർബോ ആണ് വാഹനം വരുന്നത്, പെട്രോൾ എഞ്ചിനാണ്. റിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സെൻസേഴ്സ്, ഡീഫോഗർ, റിയർ വൈപ്പർ വരില്ല, അത് SX ഓപ്ഷണലിലായിരിക്കും. വാഹനം 2021 IMT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് കേട്ടോ. ഓവറോൾ കണ്ടീഷൻ നിങ്ങൾക്ക് ബ്രാൻഡ് ന്യൂ വാഹനം എങ്ങനെയാണോ ഡെലിവറി എടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി എടുത്ത് പോകാൻ പറ്റിയൊരു വാഹനം കൂടിയാണ്. ഈ വാഹനം എടുത്താൽ ഒരിക്കലും നിങ്ങൾ നഷ്ടമായി എന്ന് അറിയില്ല.
കാരണം പുതിയ വാഹനം എടുക്കുന്ന എത്രയോ പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്, എയർ ബാഗും വരുന്ന വാഹനമാണ്. പിന്നെ സൺറൂഫും വരുന്നുണ്ട് കേട്ടോ. സീറ്റ് കവർ അഡീഷണലൊക്കെ ആഡ് ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല കോസ്റ്റ്ലി മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി, സ്റ്റെബിലിറ്റി, ഡ്രൈവിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ചില്ലർ പൈസ ഒക്കെ ഉണ്ടായി നിങ്ങൾക്ക് ഡെലിവറി എടുക്കുമ്പോൾ തരാം. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ല. റിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിലും സീറ്റ് കവേഴ്സിന് ഒരു മുച്ചിലോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. വെറും 8000 കിലോമീറ്റർ ഓടി ഷോറൂം കണ്ടീഷൻ വാഹനമാണ്. പിന്നെ അതുപോലെ തന്നെ സർവീസ് കോസ്റ്റൊക്കെ ഏകദേശം ഒരു 1000 രൂപയൊക്കെ വരും. നിങ്ങൾ 10,000 സർവീസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ റിയർ AC വെൻറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം ലക്ഷറി വാഹനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബൂട്ട് സ്പേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു SUV സംബന്ധിച്ച് അത്യാവശ്യം ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗം അൺടച്ചാണ്, സ്റ്റെപ്പിനൊക്കെ വരുന്നത്. ഒരു മുഷ്ടിലോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പുതിയ വാഹനമാണ്. ഇവിടെ കണ്ടോ, സ്റ്റിക്കർ പോലും അഴിച്ചിട്ടില്ല കേട്ടോ. 2021 മോഡല് ടർബോ പെട്രോൾ എഞ്ചിന് ഏകദേശം 13 to 15 ലക്ഷം രൂപ വരെയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പക്ഷേ നമ്മൾ ആസ്ക് ചെയ്യുന്ന വെറും 9.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഒരു പുതിയ സ്വിഫ്റ്റ് സ്വന്തമാക്കണ വിലയ്ക്ക് ഒരു SUV വാഹനം സ്വന്തമാക്കാം. നല്ല പ്രൈസ് ഡിഫറൻസ് ഉള്ളൊരു വാഹനമാണ്. ഒരുപാട് പേർക്ക് ഇത് ഉപകാരമായിരിക്കും. അതിൽ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരും. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, DR ഗ്രിൽസും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ മനോഹരമായ ഒരു ഫ്രണ്ട് വശം തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ കളറും ഒരു ഹൈലൈറ്റ് കളറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് ലോണിൽ വാഹനം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് നമുക്ക് വെന്യൂ ചൂസ് ചെയ്യാം. പെട്രോള് MT ഗിയർ ബോക്സ് വരുന്ന വാഹനം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ക്യാപ്ചറിലേക്ക് കടക്കാം. ഓക്കെ, ഒരു വെറൈറ്റി കളറാണല്ലേ വാഹനം. ഇത് നമ്മൾ അങ്ങനെ റോഡിൽ കണ്ടുവരാത്തൊരു വാഹനം കൂടിയാണ്. ഈ വാഹനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി, പവർ, പെർഫോമൻസ്, മൈലേജും കൂടിയുള്ള വാഹനമാണ്. ഡീസലിൽ വെറും 40,000 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചിട്ടുള്ളൂ കേട്ടോ. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ്, DR കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക തരം കളറാണ് ഈ വാഹനത്തിന്. ഡുവൽ ടോൺ ആണ്. മുകൾ വശത്ത് നമുക്കൊരു വൈറ്റ് കളറും അടിയിലൊരു ഓറഞ്ച് ടൈപ്പ് കളറാണ് കാണാൻ സാധിക്കുന്നത്. 4 ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വിത്ത് ന്യൂ ടയേഴ്സ്, ബ്രാൻഡ് ന്യൂ ടയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്. ക്രോമിയം ഫിനിഷുകൾ ഈ സൈഡ് വശത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് പോളിഷൊക്കെ ചെയ്ത് പുത്തൻ വാഹനം ഇങ്ങനെ ഇറക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് വാഹനം ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ റിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ക്രോമിയം ഫിനിഷ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീഫോഗർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, സെൻസർ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റും കൂടിയാണ് കേട്ടോ. RXT എന്ന് പറഞ്ഞ വേരിയൻ്റാണ്. അപ്പോൾ പുതിയ വാഹനം എടുക്കുന്നതിനേക്കായി ഒരുപാട് പ്രൈസ് ഡിഫറൻസ് ഉള്ളൊരു വാഹനം കൂടിയാണ് ഈ വാഹനം. RXT എന്ന് പറഞ്ഞാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റ് കൂടിയാണ്. വെറും 41,000 ഓടിയിട്ടുള്ളൂ. കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വശം നോക്കുകയാണെങ്കിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. സീറ്റാർ ചെയ്തിട്ടില്ല, എന്നാൽ കൂടി കമ്പനി സീറ്റാർ തരക്കേടില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ടച്ച് സ്ക്രീന്, എയർ ബാഗ്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും കൂടി വരുന്ന വാഹനമാണ്. അത്യാവശ്യം പവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ആരും ഇടാണ്ട് ആവശ്യമില്ല. അതിലും കൂടാതെ മൈലേജ് നിങ്ങൾക്ക് ഈ വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. പുറകുവശത്തേക്ക് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് റിയർ AC വെൻറ്റുകൾ, അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ലക്ഷറി ആയിട്ട് നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. അതിൽ തന്നെ 2 കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ള ഒരു ലക്ഷറി ടൈപ്പ് വാഹനമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6,000-7,000 ലെവലിലാണ് സർവീസ് കോസ്റ്റ് ഒക്കെ വരിക. അത്യാവശ്യം മൈലേജ് ഉണ്ട്. അത് കൂടാതെ വെറും 40,000 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചൊരു വാഹനം കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ മോഡൽ വരുന്നത് 2017 മോഡൽ സിംഗിൾ ഓണർ വാഹനമാണ്. RXZ എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷനാണ്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വെന്യൂവിനെ അപേക്ഷിച്ച് അത്യാവശ്യം ബൂട്ട് സ്പേസ് ഇതിന് കുറച്ച് കൂടുതലാണ്. വാഷ് ഇത് പോളിഷ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ വന്ന കണ്ടീഷനാണ്. അതാണ് ഡസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഡെലിവറി സമയത്ത് നിങ്ങൾക്ക് വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പുതിയൊരു വണ്ടി എങ്ങനെയാണോ ആ ലെവലിൽ തരും കേട്ടോ. 2017 വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയാമെങ്കിൽ വെറും 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ഫെസിലിറ്റീസ് ഉള്ളൊരു വാഹനം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമെന്ന് അറിയില്ല. കാരണം വെറും 40,000 കിലോമീറ്ററുടെ ഡീസൽ വാഹനം കൂടിയാണ് കേട്ടോ. ഈ പ്രൈസ് എന്തെങ്കിലും ചെറുതായിട്ട് നിങ്ങൾക്ക് നെഗോഷ്യബിളായിട്ട് ചെയ്തു തരും. കൂടാതെ മാക്സിമം ലോണും നിങ്ങൾക്ക് ഇവർ തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റായി രേഖപ്പെടുത്തും. അത്യാവശ്യം നല്ല ട്രാക്ക്, സിബിൽ സ്കോറൊക്കെ ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് ഫുള്ള് ലോണിൽ സ്വന്തമാക്കാം. പിന്നെ അതുപോലെ തന്നെ ഏത് വാഹനങ്ങളും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു കിഡ്കാച്ച് എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.